അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ വരെ പഠിച്ചത് നദികളായിട്ടുള്ള ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു ഗംഗ നദികളെക്കുറിച്ച് വരെ നമ്മൾ ഇന്നലെ പഠിച്ചു നിർത്തിയിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഗംഗാ നദിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നെങ്കിലും ഗംഗാ നദിയുടെ പോഷക നദികളെക്കുറിച്ചും മറ്റൊന്നും പറഞ്ഞില്ലായിരുന്നു. പോഷക നദികളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പോഷക നദികളെക്കുറിച്ച് വിശദമായിട്ട് ഒന്നും പറഞ്ഞില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഗംഗയുടെ പോഷക നദികളെക്കുറിച്ചും ആ പോഷക നദികളുടെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയുള്ള ക്ലാസ്സാണ് ഇന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഗംഗാ നദിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഒരു ഹിമാലയൻ നദിയാണ് ഗംഗാ നദി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഹിമാലയൻ നദികളിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗാ നദി. പോഷക നദികൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഒരു നദിയിലേക്ക് വേണ്ട വെള്ളം എത്തിക്കുന്ന മറ്റ് ചെറിയ ചെറിയ നദികളെയാണ് പോഷക നദികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗംഗാ നദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു ചാർട്ട് പോലെ വരച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് അളകനന്ദ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അളകനന്ദയും ഭാഗീരഥിയും കൂടി ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന് അവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അളകനന്ദയും ഭാഗീരഥിയും സംഗമിച്ച ശേഷം ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് നിന്ന് സംഗമിച്ച ശേഷം ഒഴുകുന്നതിനെയാണ് ഗംഗ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അളകനന്ദ ഒരു പോഷക നദിയായിട്ട് അതുകൊണ്ട് കരുതുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഉള്ള പോഷക നദികളാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദിയാണ് യമുന. അപ്പോൾ അതുകൂടാതെ രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ, സോൺ, യമുന നേരത്തെ പറഞ്ഞിരുന്നു, ദാമോദർ, ഇവയാണ് പ്രധാനപ്പെട്ട നദികൾ. അപ്പോൾ ഇത് ഏകദേശം 10 നദികളോളം ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അളകനന്ദ ഉൾപ്പെടെ. അപ്പോൾ അളകനന്ദ, രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ, സോൺ, യമുന, ദാമോദർ എന്നിവയാണ് ഈ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ രണ്ടായിട്ട് വരച്ചിരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഇടത് കരയിലുള്ള പോഷക നദികളെയാണ് ഇവിടെ നമ്മൾ ഇടതുവശത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. ഗംഗയുടെ വലത് കരയിൽ ഉള്ള പോഷക നദികളാണ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗംഗയുടെ ഇടത് കരയിൽ ഉള്ള പോഷക നദികൾ, ഇടത് കരയിൽ വന്നു ചേരുന്ന പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ എന്നിവ. അപ്പോൾ ഗംഗയുടെ ഇടത് കരയിലുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ എന്നിവ. ഗംഗയുടെ ഇടതുവശത്താണ് നമ്മളിത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. ഗംഗയുടെ വലതുവശത്ത് ഉള്ള പോഷക നദികൾ, അതായത് വലതു ഭാഗത്ത് വന്നു ചേരുന്ന പോഷക നദികളാണ് സോണ്, യമുന, ദാമോദർ എന്നിവ. അപ്പോൾ ഇടതുവശത്ത് വന്നു ചേരുന്നതും വലതുവശത്ത് വന്നു ചേരുന്നതുമായിട്ടുള്ള നദികളെല്ലാം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വലത് കരയിലുള്ളത് സോണ്, യമുന, ദാമോദർ എന്നിവയാണ്. ഇപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി നമുക്കിതിലെ ഓരോ പോഷക നദികളെയും കുറിച്ച് എടുത്ത് പ്രത്യേകം പഠിക്കാം. നമുക്ക് ആദ്യം യമുനയെക്കുറിച്ച് നോക്കാം. യമുന എന്ന് പറയുന്നത് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായിട്ട് അറിയപ്പെടുന്നത് യമുന നദിയാണ്. ഇനി ഈ യമുന നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് യമുനേത്രി ഹിമാനിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗംഗാ നദിയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിൽ നിന്ന്, അതായത് ഹിമപാടത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വലിയ മഞ്ഞുമലയിൽ നിന്നാണ്, ഗംഗോത്രി എന്നുള്ള മഞ്ഞുമലയിൽ നിന്നായിരുന്നു ഗംഗാ നദി ഉത്ഭവിച്ചിരുന്നത്. അപ്പോൾ ഇത് യമുനേത്രി എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നാണ്, അതായത് ബന്ദേർ പഞ്ച് മലനിരകളിലുള്ള ഉത്തരാഖണ്ഡിലെ ബന്ദേർ പഞ്ച് മലനിരകളിലുള്ള യമുനേത്രി എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായിട്ടുള്ള യമുന നദിയുടെ ഉത്ഭവം. അപ്പോൾ യമുന നദിയുടെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലെ ബന്ദേർ പഞ്ച് മലനിരകളിലുള്ള യമുനേത്രി ഹിമാനിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. അത് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഇനി പുരാണങ്ങളിൽ യമുന നദി അറിയപ്പെട്ടിരുന്നത് കാളിന്തി എന്ന പേരിലാണ്. അപ്പോൾ പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് യമുന നദിയാണ്. യമുന നദി ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഇനി അടുത്തത് ഡൽഹി, ആഗ്ര എന്നിവ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഈ യമുന നദിയുടെ കരയിൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പട്ടണങ്ങളാണ് ഡൽഹി, ആഗ്ര എന്നിവ. ഇതുകൂടാതെ
താജ്മഹൽ സ്ഥിതി ചെയ്യുന്നതും യമുന നദിയുടെ തീരത്താണ്. അപ്പോൾ താജ്മഹൽ ഇവിടെ ഇങ്ങനെ ആരോ കാണിച്ചിരിക്കുന്നത് ആഗ്രയിൽ തന്നെയാണ് താജ്മഹൽ ഉള്ളത്. അപ്പോൾ ഡൽഹിയും ആഗ്രയും അതായത് പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട പട്ടണങ്ങളായിട്ടുള്ള ഡൽഹി, ആഗ്ര എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. ഇത് കൂടാതെ താജ്മഹൽ എന്ന് പറയുന്ന നമ്മുടെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള ഇന്ത്യയിലെ അത്ഭുതമായിട്ടുള്ള താജ്മഹൽ സ്ഥിതി ചെയ്യുന്നതും യമുനയുടെ തീരത്താണ്. ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡൽഹി, ആഗ്ര, താജ്മഹൽ എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് യമുന നദി തീരത്താണ്. യമുന നദി എന്ന് പറയുന്നത് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ യമുന നദിയും ഒരു വലിയ നദി തന്നെയാണ്. യമുന ഗംഗയുമായി ചേരുന്ന ഭാഗത്തെ നമ്മൾ ത്രിവേണി സംഗമം, അതായത് ഗംഗ, യമുന, സരസ്വതി സംഗമ സ്ഥലത്തെ ത്രിവേണി സംഗമം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് യമുന നദി. അപ്പോൾ അതുകൊണ്ട് തന്നെ യമുന നദിക്ക് ധാരാളം പോഷക നദികളുണ്ട്. യമുന നദിയിലേക്ക് വെള്ളം എത്തിക്കുന്ന ധാരാളം നദികളുണ്ട്. അവയെക്കുറിച്ചുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇവിടെ ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ, സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ, ടോൺസ് ഇത്രയും നദികളാണ് യമുന നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ, സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ, ടോൺസ് എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ, യമുന നദിയുടെ പോഷക നദികൾ. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് കാണിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും യമുനയുടെ വലത് കരയിൽ, ഇപ്പോൾ നമുക്കറിയാം വലതുവശത്താണ് വരച്ചിരിക്കുന്നത്, വലത് കരയിൽ വന്നു ചേരുന്നതുമായ നദികളാണ് സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് അത് ഒഴുകി വരുന്നത്. അതായത് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നല്ല, തെക്ക് ഭാഗത്തു നിന്നായിട്ടുള്ള ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉദ്ഭവിച്ച് യമുനയുടെ വലത് കരയിൽ വന്നു ചേരുന്ന നദികളാണ് ഈ 4 നദികളും. ഇനി യമുനയുടെ ഇടത് കരയുമായി ചേരുന്ന പ്രധാനപ്പെട്ട 4 നദികളാണ് ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ എന്നിവ. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഹിന്ദൻ, റിൻഡ്, സെൻഗാർ, വരുണ എന്നിവ യമുനയുടെ ഇടത് കരയുമായി ചേരുന്നവയും സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവ യമുനയുടെ വലത് കരയിൽ ചേരുന്നവയുമാണ്. ഇവയുടെ പ്രത്യേകത മറ്റൊന്നുകൂടിയുള്ളത്, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച യമുനയുടെ വലത് കരയിൽ ചേരുന്ന നദികളാണ് ഈ പറഞ്ഞ 4: സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവ. ഇനി പ്രധാനപ്പെട്ട യമുനയുടെ മറ്റൊരു പോഷക നദിയാണ് ടോൺസ്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വിവരങ്ങൾ നോക്കാനുണ്ട്. അതായത് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന, യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന, യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ് എന്ന് പറയുന്നത്. ഈ ടോൺസ് രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ടോൺസ്. അപ്പോൾ രാമായണത്തിലെ തമസ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ടോൺസ് ആണ്. അത് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. അപ്പോൾ രാമായണത്തിൽ തമസ്യ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ഗംഗയുടെ മറ്റ് പോഷക നദികളെക്കുറിച്ച് പഠിക്കാം. യമുനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഘാഗ്ര എന്ന് പറയുന്ന ഒരു നദി നമ്മൾ പറഞ്ഞിരുന്നു. പോഷക നദി, ഗംഗയുടെ പോഷക നദിയായിട്ട് ഘാഗ്ര നദിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഘാഗ്ര നദി രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഘാഗ്ര നദി. ഇനി ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ കോസി ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്നു. അപ്പോൾ ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് കോസിയാണ്. കോസി എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പോഷക നദിയാണ്. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളായി. രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെടുന്നത് ടോൺസ് ആണ്. രാമായണത്തിൽ സരയു എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഘാഗ്ര നദിയാണ്. ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് കോസിയാണ്. കൂടാതെ പുരാണങ്ങളിൽ കാളിന്തി എന്ന് പറയുന്ന നദി ഏത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അത് യമുനയാണ്. അപ്പോൾ കാളിന്തി എന്ന് അറിയപ്പെടുന്നത് യമുന, തമസ്യ എന്നറിയപ്പെട്ടിരുന്നത് ടോൺസ്, സരയു എന്നറിയപ്പെട്ടിരുന്നത് ഘാഗ്ര, കൗശിക എന്നറിയപ്പെട്ടിരുന്നത് കോസി. അപ്പോൾ രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെട്ടിരുന്നതാണ് ടോൺസ്, രാമായണത്തിൽ സരയു എന്നറിയപ്പെട്ടിരുന്നത് ഘാഗ്ര, കൗശിക എന്നറിയപ്പെട്ടിരുന്നത് ഋഗ്വേദത്തിൽ അറിയപ്പെട്ടിരുന്നത് കോസി. ഈ കോസിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസിയാണ്. അപ്പോൾ കോസി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്ന് അറിയപ്പെടുന്നത്. ഇത് യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. ഇനി സോൺ എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞു ഗംഗയുടെ ഒരു പോഷക നദിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഒഴുകി ഗംഗയിൽ എത്തിച്ചേരുന്ന ഒരു നദി പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് യമുനയിൽ ചേരുന്ന പോഷക നദികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അത് യമുനയുടെ പോഷക നദികൾ സിന്ധ്, ബേദ്വ, കെൻ, ചമ്പൽ എന്നിവ പഠിച്ചിരുന്നു. ഇത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഗംഗയിലെത്തുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഗംഗയിലെത്തുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ. തെക്കു നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗംഗയുടെ തെക്ക് ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ, പോഷക നദികൾ. അപ്പോൾ തെക്ക് ഭാഗത്തെ പോഷക നദികൾ നമ്മൾ പഠിച്ചിരുന്നു. ആ തെക്ക് ഭാഗത്തെ പോഷക നദികളിലെ ഏറ്റവും വലിയ നദിയാണ് സോൺ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഗണ്ഡകി നദിയെക്കുറിച്ച് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ ഗംഗയുടെ ഒരു പോഷക നദിയാണ്. ഗണ്ഡകിയെ വാൽമീകി ദേശീയോദ്യാനം, ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗണ്ഡകി നദിയുടെ കരയിലാണ്. അപ്പോൾ ഗണ്ഡകി നദിയുടെ കരയിലാണ് ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ ഒരു പോഷക നദിയാണ് രാംഗംഗ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം നോക്കി. ഗണ്ഡകി നദി എന്ന് പറയുന്നത് വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗണ്ഡകി നദിയുടെ തീരത്താണ്. അതായത് ഗണ്ഡകി നദി ഒഴുകുന്നത് അതിലൂടെയാണ് എന്നല്ല, വാൽമീകി ദേശീയോദ്യാനം ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗണ്ഡകി നദിയുടെ തീരത്താണ്. എന്നാൽ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏത് എന്ന് ചോദിച്ചാൽ രാംഗംഗ എന്നാണ് ഉത്തരം. ഇനി ഗംഗയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ദാമോദർ. ഇത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ദാമോദർ. അത് ഗംഗയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് ദാമോദർ. അപ്പോൾ ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഗംഗയുടെ ഒരു പോഷക നദിയാണ് ദാമോദർ. ബംഗാളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ദാമോദർ നദിയെ ബംഗാളിൻ്റെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ജൈവ മരുഭൂമി, ബംഗാളിൻ്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ഹൂഗ്ലി നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ദാമോദർ. അതായത് ഇപ്പം നമുക്ക് സംശയം തോന്നാം, ഗംഗാ നദിയുടെ പോഷക നദിയല്ലേ എന്നൊരു സംശയം തോന്നാം. എന്നാൽ ഹൂഗ്ലി നദിയിലേക്കും ഈ ദാമോദർ നദി വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൂഗ്ലിയുടെ ഒരു പ്രധാന പോഷക നദി എന്നും അറിയപ്പെടുന്നുണ്ട് ദാമോദർ. അപ്പോൾ ഹൂഗ്ലി നദിയുടെ ഒരു പ്രധാന പോഷക നദിയും കൂടിയാണ് ദാമോദർ. ഇനി ഹൂഗ്ലി നദിയുടെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ നോക്കാം. ഇന്ത്യയിലെ വേലിയേറ്റ നദി, ടൈഡൽ റിവർ എന്ന് പറയുന്നത് വേലിയേറ്റ നദിക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഹൂഗ്ലി നദി. ഇപ്പോൾ ഹൂഗ്ലി നദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വേലിയേറ്റ നദിയാണ്. അതായത് സമുദ്രത്തിലെ വേലിയേറ്റവുമായി ബന്ധപ്പെട്ട് ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നദികളെയാണ് വേലിയേറ്റ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വേലിയേറ്റ നദി, ടൈഡൽ റിവറിന് ഉദാഹരണമാണ് ഹൂഗ്ലി എന്ന് പറയുന്നത്. ഇനി വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ പാലം, ഫറാക്ക ബാരേജ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ ഹൂഗ്ലി നദിയിലാണ്. അപ്പോൾ വിദ്യാസാഗർ സേതു എന്ന് പറയുന്ന പാലം, വിവേകാനന്ദ സേതു, സേതു എന്ന അർത്ഥം പാലം തന്നെയാണ്. അപ്പോൾ വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ പാലം, ഫറാക്ക ബാരേജ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ്. ഈ ഫറാക്ക ബാരേജ് സ്ഥാപിക്കപ്പെട്ടത് 1975 പശ്ചിമ ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫറാക്ക ബാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗംഗാ നദിയിലെ ജലം ഭാഗീരഥി ഹൂഗ്ലി എന്ന് പറയുന്ന ഗംഗയുടെ ഒരു കൈവഴിയാണ്. ഈ ഭാഗീരഥി ഹൂഗ്ലിയിലേക്ക് ഗംഗാ നദിയിലെ വെള്ളം തിരിച്ചൊഴുക്കി വിടുന്നതിന്, അതായത് അങ്ങോട്ട് മാറ്റി ഒഴുക്കി വിടുന്നതിനായിട്ട് 1975 നിർമ്മിച്ച ഒരു തടയണ പോലെ നിർമ്മിച്ച ഒരു സംവിധാനമാണ് ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത്. ഇത് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗംഗയുടെ ഒരു കൈവഴിയാണ് ഭാഗീരഥി ഹൂഗ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗയുടെ കൈവഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൈവഴി എന്ന് പറഞ്ഞാൽ ഗംഗയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടു പോകുന്ന സംവിധാനത്തെയാണ്. അപ്പോൾ കൈവഴി എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു നദിയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒഴുകിപ്പോകുന്നതിനെയാണ് കൈവഴി എന്ന് പറയുന്നത്. പോഷക നദി നമ്മൾ പറഞ്ഞിരുന്നു, വെള്ളം സപ്ലൈ ചെയ്യുന്ന നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫറാക്ക ബാരേജ് എന്ന് പറഞ്ഞാൽ 1975 പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചതാണ്. ഇത് ഗംഗയിൽ നിന്നും ജലം ഭാഗീരഥി ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കി വിടുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൽക്കട്ട സ്ഥിതി ചെയ്യുന്നത് ഈ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. അപ്പോൾ കൽക്കട്ട സ്ഥിതി ചെയ്യുന്ന ഒരു നദീതീരം ഏത് എന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണം ഏതെന്ന് ചോദിച്ചാൽ കൽക്കട്ട എന്നാണ് ഉത്തരം.
അപ്പോൾ നമ്മൾ ഗംഗാനദിയെക്കുറിച്ചും ഗംഗാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെക്കുറിച്ചും ഏകദേശം ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ്. ബ്രഹ്മപുത്ര നദിയോടുകൂടി നദികളുടെ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ തീരും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. എല്ലാവർക്കും വളരെ നന്ദി.